എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ, Q&B ഹെൽത്ത് കെയർ. ഇന്ന് നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് പേഷ്യൻസ് കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്, കൊളസ്ട്രോൾ കുറയാൻ എന്താ മാർഗം, ഇങ്ങനെ കുറേ പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നുണ്ട്. അപ്പം എന്താണ് ഈ കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ അത്ര അപകടകാരിയായിട്ടുള്ളൊരു വസ്തുവൊന്നുമല്ല. അത് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാക്സി സബ്സ്റ്റൻസ് ആണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് അത് നമ്മളെ കോശങ്ങൾ, അതായത് ടിഷ്യൂസിനെ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. മറ്റൊന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷനെ സഹായിക്കുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കൊളസ്ട്രോൾ സഹായിക്കുന്നു. അപ്പം നമ്മൾ ഈ കൊളസ്ട്രോളിന് ഇങ്ങനെ പേടിച്ച് നിർത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. അതിൻ്റെ വാല്യൂ നോർമലിൽ നിന്ന് ഹൈ ആകുമ്പോഴേക്കാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു ഇതിനെ നമ്മൾ കൂടുതലായിട്ട് ഭയക്കുന്നത്. അപ്പം നമുക്ക് ഈ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പല ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതായത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റാണ് മെയിനായിട്ട് നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ വാല്യൂസ് ഉണ്ട്. HDL, LDL, VLDL, ടോട്ടൽ കൊളസ്ട്രോൾ, അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. അപ്പം ഈ HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുഡ് കൊളസ്ട്രോൾ ആണ്. അത് ഏകദേശം ഒരു 60 മേലെ ആയിട്ട് വരണം. LDL എന്ന് പറയുമ്പോൾ ഒരു ബാഡ് കൊളസ്ട്രോൾ ആണ്. അതൊരു 130 താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നോർമൽ കൊളസ്ട്രോൾ ആണെന്ന് പറയാം. ഇനിയിപ്പം ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും ഒരു 150 താഴെ വരുവാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പം ഈ ഒരു കൊളസ്ട്രോൾ കൂടി എന്ന് നമ്മളെ ശരീരം കാണിച്ചു തരുന്ന എന്തൊക്കെ ലക്ഷണങ്ങളാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് കൈകാലുകളിലൊക്കെ ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലത്തെ ഒരു ഫീലിംഗ്. മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് ചെസ്റ്റിൽ ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഭാരം പോലത്തെ ഒരു ഫീലിംഗ് വരിക. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച മങ്ങുന്നൊരവസ്ഥ, അല്ലെങ്കിൽ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന ഒരവസ്ഥ, നമുക്ക് അമിതമായിട്ടുള്ള വായനാറ്റം. ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടിയിട്ടെന്നുള്ള ഒരു ഇത് മനസ്സിലാക്കാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ അല്ലെങ്കിൽ മെലിഞ്ഞ ആളുകളിൽ മാത്രമാണ് കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തടിച്ച ആളുകളിൽ മാത്രമാണ് കൊളസ്ട്രോൾ കൂടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഈ ഒരു കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. അതായത് അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് ഇല്ല. അതായത് 15 വയസ്സ് മുതൽക്കേ നമുക്ക് ചിലപ്പോൾ ഒരു കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പണ്ട് തൊട്ടൊക്കെ അത് ഒരു 30 അല്ലെങ്കിൽ ഒരു 40 വയസ്സിനൊക്കെ കാണുന്നതായതുകൊണ്ട് ഇന്നത്തെ ഒരു ജനറേഷനിൽ അതൊരു 10-15 വയസ്സിന് മുതൽക്കേ ഈ ഒരു കൊളസ്ട്രോൾ കൂടി വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇനി എപ്പോഴാണ് ഈ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിൽ ഡേഞ്ചർ ആവുന്നത് എന്നുള്ളൊരു ഇത് നോക്കാം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പ് രൂപത്തിൽ ഫാറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പം അത് അമിതമായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ അത്രയും ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കുകയും രക്തത്തിൽ അമിതമായിട്ടുള്ള ഈ കൊളസ്ട്രോൾ കൂടുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ ഒരു ഘടന നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 20% നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. ബാക്കി 80% നമ്മളെ ലിവർ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു കൊഴുപ്പാണ്. ബാക്കി ഈ ഒരു ലെവലിലാണ് നമ്മളൊരു ഫാറ്റിന്റെ ഒരു ഡിപ്പോസിഷൻ നമ്മളെ ബോഡിയിലുള്ളത്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമേഹ രോഗികൾക്ക് കൊളസ്ട്രോൾ കൂടി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ബ്ലഡ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഷുഗറും ഷുഗറുള്ള പേഷ്യൻസിൽ കൊളസ്ട്രോൾ കൂടി വരുന്നു എന്നുള്ളൊരു ഒരു പൊതുവായിട്ടുള്ളൊരു ഒരു പ്രശ്നം ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ടുള്ള ഈ അന്നജം കഴിക്കുമ്പോൾ നമ്മളെ രക്തത്തിൽ അമിതമായിട്ട് ഈ ഗ്ലൂക്കോസിൻ്റെ കണ്ടന്റ് കൂടി വരുന്നു. അപ്പം ഈ ഗ്ലൂക്കോസ് കണ്ടന്റും, അതായത് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂളും ഈ ഷുഗർ മോളിക്യൂളും കമ്പൈൻ ചെയ്തിട്ട് അത് രക്തത്തിലേക്ക് അലിഞ്ഞു കൂടുകയും അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മളെ പ്രമേഹ രോഗികൾ എപ്പോഴും കൊളസ്ട്രോൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തണം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കൊളസ്ട്രോൾ കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ പറഞ്ഞു ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം, ഇതിനൊക്കെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോൾ കുറേ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ആദ്യം തന്നെ രാവിലെ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള ഒരു അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അത് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് അരി എന്ന് പറഞ്ഞാൽ ഈ വെള്ള അരി പോലത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അരി പുളിപ്പിച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. പകരം പ്രോട്ടീൻ ആയിട്ടുള്ള കണ്ടന്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളെ ബോഡിയിൽ എപ്പോഴും ഒരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് ഒരു 500% അല്ലെങ്കിൽ 50%, പ്രോട്ടീൻ ആണെങ്കിൽ ഒരു 20%, ഫാറ്റ് ആണെങ്കിൽ ഒരു 30%, അങ്ങനെ ഒരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോൾ പോലത്തെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ശ്രമിക്കാവുന്നതാണ്.
അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ പയറുവർഗ്ഗങ്ങൾ എടുക്കുന്നത് ഒരു പ്രശ്നമില്ല. കാരണം ചിലർ ചോദിക്കും പയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കയറുമോ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അത് കൂടുതൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ കുറച്ചുകൂടി എളുപ്പമാക്കുകയും ചെയ്യും. മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും മുട്ടയായിട്ടോ അല്ലെങ്കിൽ സാലഡായിട്ടോ അല്ലെങ്കിൽ വെജ് സാലഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈര് അല്ലെങ്കിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ള തൈരൊക്കെ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി നമ്മൾ കഴിവതും ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അതും കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ കഴിവതും നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കുകയാണെങ്കിൽ കഴിവതും ഷുഗർ, അതായത് പഞ്ചസാര ഇട്ട ചായ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. പകരം ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ചെറിയ ചെറിയ ബദാം, വാൽനട്ട് പോലത്തെ നട്ട്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കാഷ്യൂനട്ട് നമ്മൾ അധികമായി എടുക്കാൻ പാടില്ല. അത് നമ്മളെ കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ അത് ജ്യൂസ് രൂപത്തിൽ എടുക്കാത്തതിന് പകരം അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് രൂപത്തിൽ തന്നെ കഴിവതും കഴിക്കാൻ ശ്രമിക്കുക. അതായത് പേരക്ക, ഓറഞ്ച് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിവതും കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രസൻ്റ്ലി ഉള്ളൊരിതാണ് ഈ കൊളസ്ട്രോള് പുരുഷന്മാരിലാണ് വർദ്ധിച്ചു വരുന്നത്. സ്ത്രീകളിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. സ്ത്രീകളിൽ ഒരു മെനോപോസിന് ശേഷമാണ് പിന്നെയും കൊളസ്ട്രോൾ കൂടി വരുന്നത്. സ്ത്രീകളിൽ അത് കൂടി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരെ ഈസ്ട്രോജൻ ലെവൽ കുറയുന്നത് കൊണ്ടാണ് ഈ മെനോപോസിന് ശേഷം സ്ത്രീകൾക്ക് കൊളസ്ട്രോൾ കൂടി വരാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. ഇത്തരം ഡയറ്റുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ ലിവറിൻ്റെ പ്രവർത്തനം കറക്റ്റ് ആവുകയും നമ്മളെ കൊളസ്ട്രോളിൻ്റെ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കൊളസ്ട്രോൾ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് ട്രബിൾസും അല്ലെങ്കിൽ കിഡ്നി ട്രബിൾസ് പോലത്തെ അസുഖങ്ങൾ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു ഡയറ്റും നല്ലൊരു എക്സസൈസും നമ്മളെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊളസ്ട്രോളിനെ, അതായത് ഈ കൊളസ്ട്രോൾ കൂടി വരുന്നത് നമുക്ക് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പം ഇത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ സഹായം തേടേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോയുമായി വീണ്ടും കാണാം.